അമ്മേ, ഇത് എന്തു പറ്റിയമ്മേ? ഒന്ന് വീണു കുളിമുറിയില്. കൈ കുത്തിയതുകൊണ്ട് തലയടിച്ച് വീണില്ല. വീണിരുന്നെങ്കിൽ ചിലപ്പോ കാറ്റ് പോയേനെ. ഒന്ന് ശ്രദ്ധിച്ചു നടന്ന എന്താ അമ്മയ്ക്ക്? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ തെന്നി വീഴാൻ. ഇനി വല്ല ഫ്രാക്ചറും ഉണ്ടോ എന്തോ? വത്സലെ, ഡോക്ടർ ശരത്തിനെ ഒന്ന് പെട്ടെന്ന് വിളിക്കൂ. വിളിച്ചു. ഡോക്ടർ ഒപ്പില്ല, ഇപ്പൊ വരും. ഒന്ന് പെട്ടെന്ന് വരാൻ പറയൂ. ശരി. അമ്മേ, അമ്മയുടെ കൂടെ ആരാ വന്നേ? അതോ തനിച്ചിങ്ങി കയറി പോന്നോ? അബി എങ്ങനെ അറിഞ്ഞു? അഴകത്ത് സുമംഗലെ അഡ്മിറ്റ് ചെയ്തു എന്നറിയാൻ മയക്ക് കെട്ടി വിളിച്ചു പറയൊന്നും വേണ്ടല്ലോ. എന്താ അഭിരാമി? ഡോക്ടർ, കൈകുത്തി വീണതാ. നല്ല പെയിനും ഉണ്ട്. ഒന്ന് പെട്ടെന്ന്. ഡോക്ടർ അഭിരാമിയുടെ ആരാ? ഞാൻ അഭിരാമിയുടെ അമ്മയാ. മൈഥിലി, എടി മൈഥിലി, മൈഥിലി, ഇങ്ങോട്ട് ഇറങ്ങി. അമ്മയ്ക്ക് എന്താ പറ്റിയ? വന്നില്ലേ അരവിന്ദേട്ടാ? എന്റെ ജീവിതം തീർന്നു അരവിന്ദേട്ടാ. പോലീസ് ഇപ്പൊ വരും. നീ എന്താ അമ്മയ്ക്ക് പറ്റിയെന്ന് പറ. വീണു. ഞാനാ വീഴ്ചതെന്ന് കവിത പോലീസുകാരോട് പറഞ്ഞു. അവരിപ്പോ വരും. അതാ ഞാൻ അരവിന്ദേട്ടനെ വിളിച്ചത്. ആരും വരില്ല, നീ ഒന്ന് അടങ്ങിയിരിക്കെ. വീണിട്ട് അമ്മയ്ക്ക് എന്താ പറ്റിയ അത് പറ ആദ്യം. കൈ ഒടിഞ്ഞു തോന്നുന്നു. ഞാനല്ല, ഞാൻ നിരപരാധിയാ. ആനന്ദ് ഒറ്റയ്ക്കാണ് ആശുപത്രി കൊണ്ടുപോയത്. നിനക്കും കൂടെ പൊയ്ക്കൂടായിരുന്നോ? എങ്ങനെ പോവും? ഞാനല്ലേ ഏറ്റവും വലിയ ശത്രു. എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അമ്മയ്ക്ക്. നിരപരാധിയായ എന്നോട് വിധിയുടെ ക്രൂരത. മൈഥിലി, നീ കുറച്ചേരം ഒന്ന് മിണ്ടായിരുന്നേ. ഞാനൊന്ന് ആനന്ദിനെ വിളിക്കട്ടെ. വലിയേട്ടാ, എന്തു പറ്റി അമ്മയ്ക്ക്? പേടിച്ച പോലെ കുഴപ്പമൊന്നുമില്ല. വലത് കൈക്ക് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. ഭാഗ്യം കൈക്കുത്തി വീണോണ്ട് അത്രേ പറ്റിയുള്ളൂ. ഞാനിപ്പോ അങ്ങോട്ട് വരാം. അതൊന്നും വേണ്ട വലിയേട്ടാ, അമ്മയ്ക്കൊരു കുഴപ്പമില്ല. കൈക്ക് പ്ലാസ്റ്റർ ഇടേണ്ട കാര്യം ഉണ്ടെന്ന് പോലും തോന്നിയില്ല. ഞങ്ങൾ അങ്ങോട്ട് വരും. നീ ഡോക്ടറെ കണ്ടോ? സംസാരിച്ചോ? സംസാരിച്ചു. എക്സ്റേ എടുത്തതും കണ്ടു. പിന്നെ ഇവിടെ ഞാൻ പോലും വേണമെന്നില്ല. എല്ലാം വേണ്ട പോലെ ചെയ്യിക്കാൻ ഇവിടെ അഭിയുണ്ട്. അഭിരാമി. എനിത്തിങ് സീരിയസ് ഡോക്ടർ? നത്തിങ്. ഫ്രാക്ചർ ഉണ്ടോ? അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. നേരിയൊരു വര പോലെ. എക്സ്റേ പോലും അത്രയ്ക്ക് കാണാനില്ല. സർ, ഇടത് കൈക്കോ? അത് കുഴപ്പമൊന്നുമില്ല. കൈകുത്തി വീണപ്പോ റിസ്റ്റ് ഒന്ന് തിരിഞ്ഞു, അത്രേ ഉള്ളൂ. എനിവേ, ഇന്നൊരു ദിവസം ഒരു ഫോർമൽ ഒബ്സർവേഷൻ. നാളെ രാവിലെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. കുറച്ച് ദിവസത്തേക്ക് കൈയനക്കുമ്പോ ചെറിയൊരു വേദന ഉണ്ടാവും. വലത് കൈ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, തൂക്കിയിടരുത്. ഓക്കെ? ഓക്കെ. അമ്മ കേൾക്കുന്നുണ്ടോ? അതോ അവിടെ ചെല്ലുമ്പോ എല്ലാം തലതിരിച്ച് ചെയ്യൂ? ആരെ അനുസരിച്ച് ശീലമില്ലല്ലോ.
എന്നുവച്ചാൽ നീയല്ലേ എന്നെ ഇനി അനുസരണ പഠിപ്പിക്കുന്നേ. ഇതിനേക്കാൾ വലിയ ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അമ്മയ്ക്ക് വേറെന്തോ മാറാരോഗമുണ്ട്. അല്ലെങ്കിൽ പിന്നെ വലിയ ഡോക്ടർമാരെ കാണേണ്ട കാര്യമില്ലല്ലോ. നീ എന്നെ സംസാരിച്ച് തോൽപ്പിക്കാനൊക്കെ ആയോ? ആ മിടുക്കൊന്നും കുടുംബജീവിതത്തിൽ കണ്ടില്ലല്ലോ. മിടുക്ക് കൂടിപ്പോയി ചിലർക്ക്. അത്രയ്ക്ക് ഉയരാൻ എനിക്ക് കഴിഞ്ഞില്ല. അഗ്നികുണ്ഡത്തിൽ വെന്തെരിയുന്ന ഒരു ശലഭത്തിന്റെ അവസ്ഥയാ എനിക്ക്. ആരും തിരിച്ചറിയുന്നില്ല എന്റെ വേപതു. എന്താ എന്ത് തിരിച്ചറിയുന്നില്ല? വേപതു ദുഃഖം, സങ്കടം, മനോവിഷമം എന്നൊക്കെ അർത്ഥം വരും. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മലയാളം ഡിക്ഷണറി എടുത്തു വെച്ച് വായിക്കരുതെന്ന്. ഇടി മനുഷ്യര് വർത്തമാനം പറയുന്നല്ലോ പറയടി. എന്റെ സങ്കടം അരവിന്ദേട്ടന് മനസ്സിലാവുന്നില്ല. മനഃപൂർവ്വം അമ്മയെ വീഴ്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഒന്നും കിട്ടാനില്ലെങ്കിൽ പിന്നെന്തിനാ എടുത്തി കുളിമുറിയിൽ എണ്ണ എടുത്തൊഴിച്ചത്? ഞാനല്ലടി പൊട്ടി. വല്യേട്ടാ, ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട. അമ്മ വരുമ്പോ ചോദിച്ചു നോക്ക്. അമ്മ വീഴുന്നതിന് തൊട്ടു മുമ്പ് എടുത്തി ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. ഇല്ല, ഞാനാ തുറന്നു കിടന്ന വാതിലൊന്ന് അടച്ചിട്ടത് അരവിന്ദേട്ടാ. ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അമ്മയുടെ മുറിയിൽ കയറിയതുകൊണ്ടല്ലേ ബാത്റൂമിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. അല്ല, നീ എന്തിനാ അമ്മയുടെ മുറിയിലേക്ക് പോയത്? അത് പിന്നെ വെറുതെ ഈ ഇടയ്ക്കൊക്കെ ഞാൻ എല്ലാ മുറിയിലും പോവും. എന്തിനാ? ഇങ്ങനൊന്നും ചോദിക്കില്ല അരവിന്ദേട്ടാ. ഞാൻ മോഷ്ടിക്കാനൊന്നും കയറിയതല്ല. അതൊന്നും എനിക്കറിയില്ല. അമ്മ വീഴുന്നതിന് തൊട്ടു മുമ്പ് അമ്മയുടെ മുറിയിലെ ബാത്റൂമിൽ നിന്ന് ഏട്ടത്തെ എന്തൊക്കെയോ ദേഷ്യത്തോടെ പിറുപിറുത്തോണ്ട് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതാ. പിന്നെ കാണുന്നത് അമ്മ വീണ് കിടക്കുന്നതാ. കുളിമുറി നിറച്ചെണ്ണ. ആ, ഇനിയെല്ലാം വല്യേട്ടൻ ഊഹിച്ചു. അതെ, ഊഹിക്കരുതേ. ഒരു കാരണവശാലും അരവിന്ദേട്ടൻ ഒന്നും ഊഹിക്കരുത്. നീ ഞാനല്ല. അല്ല, നീയേ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞില്ലേ? ഇല്ല. എന്ത്? അമ്മ ഒന്ന് വീണോ മറ്റോ കിടപ്പിലായെങ്കിൽ ശുശ്രൂഷിച്ച് സ്നേഹിക്കാമായിരുന്നു. നീ പറഞ്ഞില്ലേ? അമ്മേ, ആ പറഞ്ഞതൊക്കെ ഞാൻ മറന്നുപോയി. അതെ, ഞാനല്ല. സത്യമായിട്ടും ഞാനാണെങ്കിൽ അരവിന്ദേട്ടന്റെ തല പൊട്ടിത്തെറിച്ച്. വെറുതെ എന്റെ തലയില്. പിന്നെ ഞാൻ എന്ത് വേണം? എന്റെ തലയിൽ കൈവച്ച് പറയാം. ഒന്നും വേണ്ട. ഇതുപോലത്തെ കുരുത്തക്കേടുകള് മേലാൽ ചെയ്യാണ്ടിരുന്നാ മതി. എന്റെ ഈശ്വര, എന്റെ ഒരു വിധി. സത്യത്തിൽ ഇതെങ്ങനെ സംഭവിച്ചത് അമ്മേ? ബാത്റൂമിൽ വീണത് തന്നെയാണോ? വീണത് ബാത്റൂമിൽ തന്നെയാ. പക്ഷേ എങ്ങനെ വീണുവെന്ന് എനിക്കെപ്പോഴും സംശയമുണ്ട്. കുളിമുറിയിൽ എണ്ണ മറിഞ്ഞു കിടന്നിരുന്നു. അതൊരിക്കലും തനിയെ സംഭവിക്കുന്ന ഒന്നല്ല. ആരെങ്കിലും എടുത്ത് മനഃപൂർവ്വം ഒഴിച്ചതാണെന്നാണോ അമ്മ പറയുന്നത്? ആ, എനിക്കങ്ങനെയാ തോന്നിയത്. പക്ഷെ ആരെ സംശയിക്കാനാ? എന്ത് കാര്യത്തിനും സംശയിക്കാനായി നിന്നു തരുന്ന ഒരാളുണ്ട്, മൈഥിലി. ഞാൻ വീഴുന്നതിന് തൊട്ടു മുൻപ്
എന്റെ ബാത്റൂമിൽ നിന്നും അവൾ ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. മൈഥിലിയുടെ കയ്യില് ചില്ലറ ദ്രോഹങ്ങളൊക്കെ ഉണ്ട്. അത് പക്ഷേ സഹിക്കാവുന്നതേ ഉള്ളൂ. ചെറിയ അസൂയയും കുശുമ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ലമ്മേ. ചെയ്യില്ല. ഉള്ളിലൊരു ശുദ്ധഗതിക്കാരിയാ അവള്. എനിക്ക് സംശയം മറ്റൊരാളെയാ. ആരെ? കവിതയെ. പക്ഷെ സംശയിക്കാൻ തക്ക ഒരു തെളിവും അവൾ ഉണ്ടാക്കില്ല. എങ്ങനെ അവളുടെ സ്വഭാവം? നീ പറ. നിനക്കല്ലേ അവൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. എന്താ നീയൊന്നും മിണ്ടാത്തത്? അവളിപ്പോ ഭർത്താവും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കല്ലേ. ആരെങ്കിലുമൊക്കെ നന്നായിട്ട് ജീവിക്കട്ടെ. ഞാനായിട്ടത് തകർക്കുന്നില്ല. ആ, അമ്മയ്ക്ക് ഗുളികയ്ക്ക് സമയമായി. ഞാൻ എടുത്തു തരാമേ. ഒരു മിനിറ്റ്. ഇനി അമ്മ സുഖമായിട്ട് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. അബി, ഞാൻ പ്രതീക്ഷിച്ചാലും അപ്പുറത്തേക്ക് ഉയർന്നു അബിയുടെ വ്യക്തിത്വം. താങ്ക്സ്. ഈ നന്ദി ഞാൻ സ്വീകരിച്ചേനെ. ആനന്ദിന്റെ അമ്മ എന്നുള്ള പരിഗണന വെച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്തിരുന്നതെങ്കിൽ. അല്ല ആനന്ദ്, അതുകൊണ്ട് ഒരു നന്ദി വേണ്ട. എൻ്റെ അമ്മ എന്ന സത്യത്തെ നിനക്കങ്ങനെ മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ. മായ്ച്ചു കളയാൻ പറ്റാത്തത് അതല്ല ആനന്ദ്, അഴകത്ത് സുമംഗലാമ്മ എന്ന വ്യക്തിയോടുള്ള ബഹുമാനോ. ആരെയൊക്കെ വേണ്ടെന്ന് വെച്ചാലും അമ്മയെ മറക്കാൻ പറ്റില്ല. എന്നും അഴകത്തെ വീടിന്റെ വാതിൽ എനിക്ക് വേണ്ടി തുറന്നിട്ടത് അമ്മ. അത് എന്നേക്കുമായി അടച്ചത് ആനന്ദ. അതിന് കാരണങ്ങളുണ്ട്. വേണ്ട, എനിക്ക് കേൾക്കണ്ട. ഒരു റീപോസ്റ്റ്മോർട്ടം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും മനസ്സ് നോവിക്കാൻ എനിക്ക് വയ്യ. അമ്മയോട് ഞാൻ കാണിച്ച സ്നേഹത്തിന്റെ പേരിൽ സഹാനുഭൂതിയും നന്ദിയുമായിട്ട് ഇനി വരരുത്. എനിക്കത് ഇഷ്ടമല്ല. ഇത്രയ്ക്ക് വിഷമിക്കാൻ എന്തിരിക്കുന്നു അനന്തു? അമ്മ വീണെന്ന് വെച്ചൊന്നും പറ്റിയില്ലല്ലോ. കൈക്ക് ചെറിയ ഫ്രാക്ചർ ഉണ്ടെന്നാ കേട്ടത്. അത്രയ്ക്ക് നിസ്സാരമാണോ? നിസ്സാരമാണ്. വേറെന്തെങ്കിലുമാണ് സംഭവിച്ചിരുന്നെങ്കിലോ? എടുത്തോണ്ട് നടന്ന് ഒരുപാട് വാരി കൂട്ടിയ കയ്യാ. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കില്ല. ഇതൊക്കെ വളരെ ചീപ്പ് സെന്റിമെന്റ്സാ. എല്ലാ അമ്മമാരും കുട്ടികളെ വളർത്തുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാ. ഇതൊക്കെ വലിയ കാര്യമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയിട്ട് വരാം. ആ, ഈ രാത്രി അങ്ങോട്ട് കയറി ചെല്ല്. എന്താ പോയാല്? അനന്തു, അമ്മ വിചാരിച്ചിരിക്കുന്നത് ബാത്റൂമിൽ ഞങ്ങൾ ആരോ എണ്ണ എടുത്തൊഴിച്ച് മനഃപൂർവ്വം വീഴ്ചതാണെന്നാ. ഇനി
സത്യത്തിൽ അങ്ങനെയാണോ? ഞാനിത്തരം പണിയൊന്നും ചെയ്യില്ല. മൈഥിലി ഏട്ടത്തി അമ്മയുടെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ശേഷമാ ഇത് സംഭവിച്ചിരിക്കുന്നത്. സോ ചിലപ്പോ മൈഥിലി ഏട്ടത്തി ആവാം. എന്തായാലും അമ്മ വല്ലാത്ത ദേഷ്യത്തില. കൂടെയുള്ളത് അനന്തുവിനെ കണ്ടുകൂടാത്ത ആനന്ദേട്ടനും. ഇപ്പൊ അങ്ങോട്ട് കയറി ചെന്നാ നന്നായിരിക്കും. ചെല്ല്. അപ്പൊ പിന്നെ ഞാൻ പോകണ്ടല്ലേ? അനന്തു ആദ്യം ഈ അമിതമായ അറ്റാച്ച്മെന്റ് നിർത്തണം. അമ്മയുടെ കുടുംബത്തിലെ ആളാ അനന്തു. എന്നുവെച്ച് അനന്തുവിന്റെ കുടുംബത്തിലെ അല്ല അമ്മ. അനന്തുവിന്റെ കുടുംബം ഞാനാണ്. നമുക്കുണ്ടാവുന്ന കുട്ടികളാണ്. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയുമാണ് സ്നേഹിക്കേണ്ടത്. അല്ലാതെ അമ്മയും അച്ഛനെയൊന്നും അതിനിടയിലേക്ക് വലിച്ചഴക്കരുത്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഒരു മകനല്ലെങ്കിൽ മറ്റൊരു മകനോ മകളോ ഓപ്ഷനുണ്ട്. പക്ഷേ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഓപ്ഷനുകളില്ല. അവർക്ക് അവര് മാത്രമേ ഉള്ളൂ. നീ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? എങ്ങോട്ടും പോവാൻ നിൽക്കാതെ കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലാതെന്താ? സങ്കടപ്പെടുവൊന്നും വേണ്ട. നീ പറയുന്നത് ഞാൻ വിശ്വസിച്ചു. അമ്മ തനിയെ വീണതായിരിക്കും. അരവിന്ദേട്ടൻ ഇങ്ങനെ പറയുമ്പോഴും എനിക്കറിയാം എന്നെ വിശ്വസിച്ചിട്ടില്ലെന്ന്. അത് സാരമില്ല. എന്നെങ്കിലും എല്ലാരും എന്നെ വിശ്വസിക്കും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മൈഥിലി. നീ ഇത്തരം കുഴപ്പങ്ങൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ? എന്തായാലും വേണ്ടില്ല. എന്നും കുറ്റം കേൾക്കാന്നുള്ളത് എന്റെ വിധിയായി പോയി. ആരെങ്കിലും ഇപ്പൊ കുറ്റം പറഞ്ഞില്ലെങ്കിലാ എനിക്ക് പ്രയാസം. ഇനിയിപ്പൊ നോക്കിക്കോ, അരവിന്ദേട്ടൻ ഹോസ്പിറ്റലിൽ ചെല്ലാത്തതിനും അമ്മ എന്നെ കുറ്റം പറഞ്ഞോളും. ഞാൻ പറഞ്ഞു വിടാത്തതാന്ന് പറയും. ഏയ്, അമ്മ അങ്ങനെയൊന്നും പറയില്ല. പറയും. ഒന്ന് പൊക്കൂടായിരുന്നു അരവിന്ദേട്ടന്? അതിന് മാത്രമേ ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക്. ഞാൻ ഇപ്പോഴും ആനന്ദിനെ വിളിച്ചിരുന്നു. പോകാത്തത് അതുകൊണ്ടൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഞാനാണ് അമ്മയെ വീഴ്ചതെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നാ അവിടെ വെച്ചും അമ്മ അരവിന്ദേട്ടനെ വഴക്ക് പറയും. എന്നെക്കുറിച്ച് ദൂഷ്യവും പറയും. എന്തായാലും കേൾക്കണം. എന്നാ പിന്നെ അത് ഇവിടെ വന്നിട്ട് മതിയല്ലോ എന്ന് അരവിന്ദേട്ടൻ അങ്ങ് വിചാരിച്ചു. അതല്ലേ അരവിന്ദേട്ട സത്യം? ചില സമയത്തെ നീ വളരെ ബുദ്ധിയുള്ള പെണ്ണ, ചില സമയത്ത് മരമണ്ടിയും. ഇതിൽ ഏതാ മൈഥിലി സത്യം? എനിക്കേ 6ാം ഇന്ദ്രിയം വർക്ക് ചെയ്യുന്നുണ്ട് അരവിന്ദേട്ട. മൈഥിലി, അതിന് പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയെന്ന് നിനക്ക് അറിയാവോ? അതറിയണമെന്നില്ലല്ലോ ഈ 6ാം ഇന്ദ്രിയം വർക്ക് ചെയ്യാൻ. വേണോ? കഴിഞ്ഞ ദിവസേ ടെറസിന്റെ മുകളിൽ നിന്ന് ഞാൻ താഴോട്ട് നോക്കിയപ്പോ ഒരു ബസ് പുഴയിലേക്ക് മറിയുന്ന പോലെ തോന്നി. പിറ്റേ ദിവസം പേപ്പർ എടുത്ത് നോക്കിയപ്പോ ദാണ്ട എടുക്കണോ ഒരു ബസ് അങ്ങോട്ട് മറിഞ്ഞിട്ട്. നീ ആ സിനിമയും കണ്ടല്ലേ? മൈഥിലി, ഞാൻ തോറ്റ്. കിടക്ക്. കൊളമായി. നമസ്കാരം. നമസ്തേ. ഞാൻ ദേവതയുടെ ക്ലാസ് ടീച്ചറാ. ഇത് ഹെഡ് മിസ്ട്രസ്. ടീച്ചറിനെ എനിക്കറിയാം. ഒരിക്കൽ കൊച്ചിന്റെ ഫീസ് കൊടുക്കാൻ വന്നപ്പോ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. രേവതിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? രച്ചുവിന്റെ ടീച്ചറല്ലേ? കുറവുണ്ട്. മരുന്ന് കഴിക്കുന്തോറും ഭേദപ്പെട്ടു വരുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ശരിയായി വരുന്നുണ്ട്. ഞങ്ങളൊന്ന് കണ്ടോട്ടെ? ഓ പിന്നെന്താ, അകത്തേക്ക് വരും. കയറിക്കോളൂ. അതെ, വരുന്നവരുടെയൊക്കെ സങ്കടം കാണിച്ച് ഒരൊറ്റ കുത്തുവെച്ചേരും ഞാൻ. പറഞ്ഞേക്കാം. ഇതാ, ഇത് രേവതിക്ക് കിട്ടിയതാ. ഇന്നലെ ആനിവേഴ്സറി ആയിരുന്നു. സ്റ്റേജിൽ വരാൻ പറ്റിയില്ലെന്നല്ലേ ഉള്ളൂ. സാരമില്ല, ഞാൻ സ്റ്റേജിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മിടുക്കിയായ കുട്ടി
കെ രേവതിയാണെന്ന്. വേറെയും ഒരുപാട് മൊമെന്റോസ് കിട്ടിയിട്ടുണ്ട്. സോങ്ങിനും ഡാൻസിനും പഠിത്തത്തിനും എല്ലാം. ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അസുഖം മാറി രേവതി വരുമ്പോ അസംബ്ലി വെച്ച് തരാട്ടോ. ഇതെന്താ ഇത്? ഇത് കൊച്ചിന് കിട്ടിയതാ. കൊച്ച സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടി. ഒന്നും അവക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാവും. സാവധാനത്തിൽ ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. പെട്ടെന്ന് സുഖമാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു വർഷം പോയെന്നല്ലേ ഉള്ളൂ. രേവതിക്ക് സുഖമാവുന്നത് എപ്പോഴാണോ അപ്പം മുതൽക്ക് വന്ന് മോൾക്ക് പഠിക്കാം. SSLCക്ക് സ്കൂളിലൊരു റാങ്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നതാ. അതിങ്ങനെയായി. ഒന്നോ രണ്ടോ വർഷമല്ലേ പോവുള്ളൂ ടീച്ചറെ. ഒരു ജന്മം ഒന്നും പോവില്ലല്ലോ. ഇനിയും വരും വർഷാന്ത്യ പരീക്ഷകൾ. അതിലേതെങ്കിലും ഒരു വർഷം പത്രത്തിൽ അച്ചടിച്ചു വരും കെ രേവതി എന്ന പേര്.